ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ ലൊക്കേഷൻ അല്ലാതെ വേറെ ലൊക്കേഷൻ കിട്ടിയില്ല. ദുബായി ആണ്. കർത്താവിൻ്റെ കരുണയാൽ ഊറാറ് ഇതൊക്കെ സെയിം ഊറാറയാണെങ്കിലും ദിവസം ടോക്കലിലെ വ്യത്യാസമാണ് കേട്ടോ. കർത്താവിൻ്റെ കരുണയാൽ എൻ്റെ സഹോദരൻ ഇന്നലെ അതുപോലെ ജനം വന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അവസാനം പോല സ്ഥലത്ത് കസേരയൊക്കെ അടുത്തായിട്ട് റോഡ് പ്രൊമിസ് നടക്കുന്ന വഴിയിലൊക്കെ ഇട്ട് വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. അതും ഭയങ്കരമായൊരു ഹൃദയത്തുറവിയും സന്തോഷം. നമ്മുടെ ഇതെല്ലാം ഈശോ ചെയ്ത പ്രവർത്തികളാണ്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം. ഈ സാക്ഷ്യം ഓൾറെഡി ഇവിടുന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു സാക്ഷിയാണ് കേട്ടോ. എൻ്റെ പേര് ഗീതു. ഞാൻ അബുദാബിയിൽ നിന്നാണ് കത്തെഴുതുന്നത്. ഞങ്ങളുടെ കുടുംബത്തിന് ദൈവകരുണയാൽ ലഭിച്ച വലിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കത്തെഴുതുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് വർഷങ്ങളായി ഈ ഭയങ്കരമായിട്ട് ചുമ ഇങ്ങനെ വരുന്നു. ഒരുപാട് മരുന്ന് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ മാസം മുതൽ പിന്നെ കണ്ടിന്യൂസ് ഡിസംബർ വരെ നിർത്താതെ ചുമയായിരുന്നു. രാത്രി ഉറങ്ങാൻ പോലും പറ്റാറില്ല. കസേരയിൽ ഇരുന്നാണ് നേരം വെളുപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയും അവിടെ ഒരു ഓഫീസിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലായി. അങ്ങനെ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും പോയാൽ പലപ്പോഴും കുറച്ച് സമയം കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരും. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് പള്ളിയിൽ പോകാനോ പുറത്ത് പോകാനോ പോലും കഴിയാതെ ഞങ്ങൾ 2 മാസത്തോളം വീട്ടിൽ തന്നെ ഇരുന്നു. കാരണം ചിന്തിച്ച് നോക്കിയേ, എന്തൊരു പീഡന രോഗം ചിന്തിച്ച് നോക്കിയേ. മുമ്പോട്ട് എങ്ങനെ ജോലിക്ക് പറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് ഒരുപാട് വിഷമിച്ചു. എത്ര മരുന്ന് കഴിച്ചിട്ടും ഒരു മാറ്റമില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഡിസംബറിൽ നാട്ടിൽ പോവുകയും എനിക്കന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ PDM ചെന്ന ബിനോയച്ചനെ കണ്ട് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ആശ്രമം സ്വീകരിക്കാനൊരു വലിയ അനുഗ്രഹം. ഞാൻ ഓർക്കാണ് ചേച്ചി ഓടി വന്നതൊക്കെ പ്രാർത്ഥന ഞാൻ ഓർക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ വേറെ കൊച്ചിൻ്റെ ഒരു കാര്യത്തിൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഹസ്ബൻഡ് ഒരുമിച്ച് ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ടോക്ക് എന്നും മുടങ്ങാതെ കണ്ടങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ. അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് ഒരിക്കൽ പോലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ചുമ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ 1-2 തവണ പനി വന്നെങ്കിൽ ചുമയുണ്ടായില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ ഒരു മുടക്കവും കൂടെ ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ദൈവം ദൈനംദിന ആവശ്യം ഇടപെടുന്ന ദൈവമാണ്. കർത്താവിന് വലിയ കരുതലും കരുണയും അനുഭവിച്ചറിയാൻ ഈ ടോക്കിലൂടെ ഞങ്ങൾക്ക് മറ്റനേകം സാധിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ സാധിക്കുന്നിടത്തോളം മുടങ്ങാതെ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ കരുണയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാനുള്ള ടോക്ക് കൺവെൻഷൻ പറഞ്ഞു. പൗരോഹിത്യത്തിൻ്റെ ആശീർവാദത്തിന് ഒരുപാട് കൃപ ദൈവം കൊടുക്കുക. നമുക്ക് ചുമ മാറ്റാൻ കഴിവുണ്ടോ? ഇല്ല. നമ്മളെന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത് ഈശോ ചെയ്യുന്നതാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈശോയ്ക്ക് സർവ്വ മഹത്വം കേട്ടോ. കർത്താവിന് നന്ദി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് കഴിഞ്ഞാൽ ജോബിൻ്റെ പുസ്തകത്തിലെ മനോഹരമായ വചനമാണ്. 10-ാമത്തെ അധ്യായത്തിൽ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ കൂട്ടർക്ക് ബൈബിൾ പ്രകാശമൊക്കെ അസാധ്യമായിരിക്കുമെന്ന് ഞാൻ വചനം ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ സഹോദരങ്ങളെ? പൊതുവേ നമ്മളിപ്പോൾ കറണ്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് വരുന്നു. അതുകൊണ്ട് പ്രകാശം നമുക്ക് നടയാം. ഈ സാധനം ദൈവം തടഞ്ഞു പറ്റാനുള്ള ഒരു അവസ്ഥ എന്ത് ചോദിക്കുക? നമുക്ക് മാത്രം, ബാക്കി എല്ലാവർക്കും ലൈറ്റുണ്ട്, നമുക്ക് മാത്രമില്ല. അല്ല, അങ്ങനത്തെ അവസ്ഥ എന്ത് ചോദിക്കുക? ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെടുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തിന്മ, ഹൃദയത്തിൽ പാപം അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശം ലഭിക്കാൻ അത്ര എളുപ്പമല്ല. എൻ്റെ സഹോദരങ്ങൾ, അതിനെക്കുറിച്ച് കോറന്തോസുകാർ എഴുതിയ 2-4 വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിന് അന്ധമാക്കിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ നിന്ന് വരുന്ന വെളിച്ചം അവർക്ക് കിട്ടിയാൽ ബൈബിൾ വായിച്ചാൽ യാതൊരു അനുഭവം ഉണ്ടാവില്ല. പ്രാർത്ഥിച്ച് ഒരു ജ്ഞാനവും കിട്ടില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരു ലക്കാനും നിലാവത്ത് അയച്ചുവിട്ട കോഴി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സ്തുതിയാണ്. പക്ഷേ അവർ വിചാരിക്കുന്ന എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രകാശവും ദൈവത്തിൻ്റെ വലിയ കൃപയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അതിൽ ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു അല്ലേ. ഈ പ്രകാശത്തിൽ നടക്കുന്നവനല്ലേ പിന്നെ അന്ധകാരത്തിൽ നടക്കുന്ന തട്ടി വീഴും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ അല്ലേ. പത്രോസയ്ക്ക് അതിൽ എങ്ങനത്തെ വചനം വെളിപ്പെടുത്തുന്നത്, അതായത് ദുഷ്ടർക്ക് അത് തട്ടി വീഴ്ത്തുന്ന കല്ല് എട്ടരസിക്കുള്ള പാറയാണ്. വചനത്തിൻ്റെ പ്രകാശത്തെ വചനത്തെ തട്ടി താഴെ വീഴും. ചിന്തിച്ചു നോക്കുക. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈശോയെ അങ്ങയുടെ പ്രകാശത്താൽ എന്നെ നിറയ്ക്കണമേ അല്ലേ. അവിടുത്തെ വചന പാതയിൽ പ്രകാശവും അല്ലേ, പാദങ്ങൾക്ക് വെളിച്ചം. എന്ത് വചനങ്ങൾ എൻ്റെ സഹോദരങ്ങൾ. കർത്താവിൻ്റെ വലിയ കരുണയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പാപം പെരുകുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റുകളെല്ലാം പതുക്കെ ബ്ലോക്കായി വരും. അവസാനം അന്ധകാരത്തിൽ കിടന്ന് വിറകി വാരി ഏതെങ്കിലും കുടി ചാടി ജീവിതം തീരുമാനിച്ചു.
അങ്ങനെയാണ് ഒരുപാട് മനുഷ്യരങ്ങനെയാണ്. ശരിക്കും പോയി ദൈവമില്ല, വചനമില്ല, പ്രാർത്ഥനയില്ല, സുവിശേഷമില്ല, പോയി അവസാനം ഏതെങ്കിലും കടബാധ്യത എന്ന കുഴി, ചതി എന്നുള്ള കുഴി, എന്തെങ്കിലും കുഴി ചെന്ന് കർത്താവ് വരും. ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് കർത്താവ് അവിടുത്തെ പ്രകാശത്തെ നിറയ്ക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയാണ് പ്രകാശം. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. സ്വരത്തിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ഉറക്കക്കുറവൊക്കെ ഉണ്ട്. എല്ലാ ആൾക്കാരെയും കണ്ട് പ്രാർത്ഥിച്ചിട്ട് അതുകൊണ്ടാണ് ഇച്ചിരി പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നത് കേട്ടോ. സെൻറ് മേരീസ് പള്ളിയുടെ അടുത്ത് നിന്നിട്ടാണ് ടോക്ക് എടുക്കുന്നത് കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ബ്ലെസ് ചെയ്യാണ് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവെ, പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകവും കൃപയും കൊണ്ട് നിറയട്ടെ. മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കും. എല്ലാ അന്ധകാര ശക്തികളും, പൈശാചിക പെടുകളും, ശല്യങ്ങളെയും ബാധകളെയും ഭൂതങ്ങളുടെയും തടസ്സങ്ങളുടെയും ദുർദശങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനെയുള്ള യാട്ടി പായിക്കുന്നു. പ്രാർത്ഥനയാലും വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുത്തെ പ്രകാശത്താൽ ഇവർ ഓരോരുത്തരും നിറയ്ക്കണം. വചനമാകുന്ന പ്രകാശം കൊടുക്കണമേ, വലിയ ദൈവകൃപ കൊടുക്കണമേ, വലിയ പരിശുദ്ധാത്മാംശം കൊടുക്കണമേ. എല്ലാ തടസ്സങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കും, വിട്ടുപോട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വന്നു തരട്ടെ. ദുബായ് കൺവെൻഷനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും നിലനിൽപ്പിൻ്റെ വരവുണ്ടാകട്ടെ. എന്നാൽ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, എണ്ണമറ്റ ജപമാലയുള്ള കൃപയുണ്ടാകട്ടെ. പ്രത്യേകിച്ച് നാളുകളായിട്ട് ചുമ, അലർജി രോഗങ്ങൾ, എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാതെ ക്ലേശം അനുഭവിക്കുന്ന ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തെ സംരക്ഷിച്ച് ആശീർവദിക്കുന്ന ദുഷ്ടാര്യങ്ങൾ, രോഗപീഠകളും, പൈശാചികതകളും വിട്ടോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിടിച്ചു കെട്ടിയതുപോലെ രോഗപീഠകൾ നിൽക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.